വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്ന് ഏപ്രിൽ 3-ാം തീയതിയാണ്. നമ്മളിപ്പോ പോയിക്കൊണ്ട് നിൽക്കുന്നത് നമ്മുടെ ഒരു കുഞ്ഞു കസിൻ ഉണ്ട്, വിച്ചൂട്ടൻ. വിച്ചൂട്ടന്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനാണ് ഇപ്പൊ പോകുന്നത്. അപ്പൊ ആറങ്ങോട്ടുകരയാണ് അവരുടെ വീട് വരുന്നത്. അപ്പോ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിച്ചൂട്ടന്റെ സെക്കൻഡ് ബർത്ത്ഡേ ആണ് കേട്ടോ. ഇവര് തമ്മിൽ ശംഖുവും വിച്ചും തമ്മിൽ ഒരു 3 മാസത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ നമ്മൾ പോകുന്ന വഴിക്ക് നല്ല മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മള് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥലം വരുന്നത് ആറങ്ങോട്ടുകരയാണ്. ഇപ്പൊ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ആറങ്ങോട്ടുകരയിലെ മുല്ലക്കൽ ക്ഷേത്രമാണ്. എൻ്റെ അമ്മായിയുടെ അവരുടെ കുടുംബക്ഷേത്രമാണ് ഈ മുല്ലക്കൽ ക്ഷേത്രം. അപ്പോ അതുവഴിയാണ് ഞങ്ങളുടെ കസിന്റെ വീട്ടിലോട്ട് പോവുക. അങ്ങനെ ഇതാ നമ്മളവിടെ എത്തി. അപ്പൊ അവിടെ ഡെക്കറേഷൻസിന്റെയും പിന്നെ ഫുഡ് കഴിക്കാനുള്ള സ്ഥലത്തിന്റെയും ഒക്കെ കാര്യങ്ങളൊക്കെ റെഡിയാക്കുമായിരുന്നു. നമ്മൾ ചെല്ലുമ്പോൾ ഫ്രണ്ടിൽ തന്നെ കുഞ്ഞുമാമ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് ബർത്ത്ഡേ ഡെക്കറേഷൻസ് വരുന്നത്. വിച്ചൂട്ടന്റെ ഏട്ടനും ഏട്ടത്തിയൊക്കെ കൂടിയിട്ട് തന്നെയാണ് ഈ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ വീട്ടിൽ തന്നെയാണ് ചെയ്തത്. പിന്നെ നിങ്ങളിപ്പോ ഈ കാണുന്ന നെറ്റിപ്പട്ടം എൻ്റെ ഏട്ടത്തി തന്നെ ഉണ്ടാക്കിയതാണ്. സോ ആർക്കെങ്കിലും ഒക്കെ നെറ്റിപ്പട്ടം ഇതേപോലെ വീട്ടിൽ വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് DM ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ മൂത്തേട്ടത്തി, ഗോപിക എന്നാണ് പേര്. അപ്പോൾ ഇവരുടെ മോൻ്റെയാണ് ഇന്നത്തെ ബർത്ത്ഡേ ഫംഗ്ഷൻ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഫംഗ്ഷൻ്റെ ഒരു ഓവറോൾ ഡെക്കറേഷൻസ്. അപ്പോൾ എന്താണ് മോൻ്റെ ബർത്ത്ഡേനെ കുറിച്ചിട്ട് പറയാനുള്ളത്? എൻ്റെ അടുത്ത് 2 വയസ്സ്, പിന്നെ മോൻ്റെ അമ്മേനോടല്ലാണ്ട് വേറെ ചോദിക്കാൻ പറ്റും. ഞാൻ പ്രിപ്പയർഡ് അല്ല. ഭർത്താവിന്റെ കുപ്പായിട്ട് പോകുന്നു ഭാര്യ. ഏട്ടനാണെങ്കിൽ ഗോവ മൂഡ്, ക്രിസ്മസിന്റെ മൂഡ്. ഏത് മൂഡ്? ഗോവ മൂഡ്. അങ്ങനെ ഇതാ ഞാനും ഡ്രസ്സൊക്കെ മാറ്റി റെഡിയായി. ഞാൻ ഇവിടെ വന്നിട്ടാണ് ഡ്രസ്സൊക്കെ മാറ്റിയത്. ഫസ്റ്റ് മുടിയൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ചൂടെടുത്തപ്പോൾ ലാസ്റ്റ് കെട്ടി വെച്ചു. അങ്ങനെ ഇതാ ശങ്കുമ്മ പാട്ടൊക്കെ വെച്ചിട്ട് ഫുൾ വൈബിൽ ഇവിടെ ഡാൻസ് കളിച്ചുകൊണ്ട് നടക്കായിരുന്നു. ശങ്കുമ്മയ്ക്ക് ശങ്കുമ്മയുടെ ബർത്ത്ഡേയുടെ അന്ന് പോലും ഇത്രയും എനർജിയും സന്തോഷവും ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ വിച്ചൂട്ടൻ്റെ ബർത്ത്ഡേയുടെ അന്ന് ഓള് ഭയങ്കര എനർജിയിലായിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ വിച്ചൂട്ടനായിട്ടുള്ള കളിയെല്ലാം കഴിഞ്ഞു വന്ന് ശങ്കുമ്മ ബീൻ ബാഗിൽ ഇരുന്നിട്ട് വിശ്രമിക്കുകയായിരുന്നു. പാട്ടൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ചില്ല് ചെയ്തിരിക്കുകയായിരുന്നു. ഫുള്ള് ഓടി നടന്ന് പാവം നല്ലോണം ക്ഷീണിച്ചു. അപ്പോൾ ഇന്നത്തെ ശങ്കുമ്മയുടെ കോസ്റ്റ്യൂം ഇതാണ്. അത് കണ്ണട വീഴാതിരിക്കാന്. അപ്പോൾ ഇപ്പോൾ കുറച്ച് നേരത്തെ കണ്ട കുറച്ച് ക്ലിപ്പിങ്സ് എന്ന് പറഞ്ഞാൽ ഏതൊരു ബർത്ത്ഡേ സമയത്തും കുട്ടീനെ ചിരിപ്പിക്കാനുള്ള ചുറ്റോറും നിൽക്കുന്ന ആൾക്കാരെ കഷ്ടപ്പാടുകളാണ്. പിന്നെ ഇത് നമ്മുടെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫറാണ്, നമ്മുടെ സ്വന്തം സുന്ദരേട്ടനാണ്. ആരാ വരുന്നേ? പാപ്പു വഞ്ഞേട്ടെ, വിളിക്കൂ പാപ്പു, വിളിക്കൂ. വെള്ളിച്ചന്റെ കാറ്.
ചിന്നൂസേ ചിന്നൂസേ ഇങ്ങോട്ട് വന്ന് ഓടി വാ ഓടി വാ. മാറി നിക്കാൻ സ്നേഹം പറഞ്ഞോ ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. അതൊരു കാലത്ത് ഇപ്പൊ ഇല്ലല്ലോ, ഇപ്പൊ അങ്ങനെ ഉണ്ടാവാറില്ല. അങ്ങനെ നമ്മുടെ പരിപാടി തുടങ്ങാറായി. ചേച്ചിയേട്ടനും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഈ ഫോട്ടോ എടുക്കുന്ന സുന്ദരേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിലെ ഒട്ടുമിക്ക ഫംഗ്ഷൻസും എല്ലാം കവർ ചെയ്യുക സുന്ദരേട്ടനാണ്. സോ വർഷങ്ങളായിട്ടുള്ള ഒരു ആത്മബന്ധമാണ് നമുക്ക് സുന്ദരേട്ടനുമായിട്ടുള്ളത്. ഇതാണ് ബർത്ത്ഡേ കേക്ക്. അവിടെ ഇരിക്കണ ശംഖുവിനാണെങ്കിൽ ആ കേക്ക് കൊടുന്ന് വെച്ചപ്പോൾ തൊട്ടിട്ട് അത് പോയി എടുക്കാൻ പറ്റാത്തതിൻ്റെ വിഷമമാണ് കുട്ടാപ്പൂവിന്. പിന്നെ അന്നത്തെ ദിവസം ചെറിയൊരു ജലദോഷം ഉള്ളതുകൊണ്ട് ആൾ കുറച്ചൊരു മൂഡ് ഓഫ് ആയിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആളും ഉഷാറായില്ല. അപ്പോൾ കുറച്ച് നേരത്തെ കണ്ട ക്ലിപ്പ് ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശംഖുമ്മ കേക്ക് മുറിച്ച് കഴിഞ്ഞിട്ട് അത് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് ഓടാൻ വേണ്ടി നോക്കുകയായിരുന്നു. അങ്ങനെ ഇതാ 1 by 1 ആയിട്ട് ഏട്ടൻ്റെ വീട്ടിലുള്ള ആൾക്കാരും ഗോപികയുടെ വീട്ടിലുള്ള ആൾക്കാരും എല്ലാവരും ചെക്കന് കേക്കൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ മൂന്നാളിങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നമ്മുടെ കുഞ്ഞ് അനിയത്തി ഉണ്ണീസൂനെ തന്നെയായിരുന്നു. കാരണം അവളും കൂടെ ഇല്ലെങ്കിൽ നമ്മുടെ ഈ ഫ്രെയിം കംപ്ലീറ്റ് ആവില്ല. എന്താടി രണ്ട് മണ്ടന്മാര് കാട്ടുന്നു. അങ്ങനെ പിന്നെ പിള്ളേർക്ക് ഫുഡെല്ലാം കൊടുത്ത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. പക്ഷേ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ മറന്നുപോയി. അത് പിന്നെ അങ്ങനെയാണല്ലോ, എല്ലാവരും കൂടെ കാണുമ്പോൾ പിന്നെ ഫോട്ടോ എടുക്കാനും ഒക്കെ മറന്നു പോകുമല്ലോ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ഇപ്പോൾ ഈ കാണുന്നത്. നല്ല ഫുഡായിരുന്നു. അങ്ങനെ പിന്നെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് 1 by 1 ആയിട്ട് എല്ലാവരും വീട്ടിലോട്ട് പോകാൻ തുടങ്ങി. ഞങ്ങളും ഒരു 10-10:30 ആയപ്പോൾ ഞങ്ങളും തിരിച്ച് വീട്ടിലോട്ട് പോന്നു. ആൻഡ് ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ അടിപൊളിയായിരുന്നു. ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ, ബർത്ത്ഡേൻ്റെ ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.